എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പൊന്നോമനകളുടെ മിൽക്ക് ബോട്ടിൽ, അതായത് പാലും കുപ്പി എങ്ങനെ നന്നായി ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ശ്രദ്ധിക്കണേ. നമ്മൾ വീട്ടിൽ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് എടുത്ത് ഈ കുപ്പിക്കകത്ത് അല്പം ഒരു തുള്ളി ഒഴിക്കുക. ശേഷം ഈ സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്ക് ഈ കുപ്പി ഒന്ന് കഴുകാം. അതിനുവേണ്ടി സ്പോഞ്ച് ഈ കുപ്പിക്കകത്തേക്ക് ഇറക്കി നമ്മുടെ കയ്യിൽ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വലിയ സ്പൂൺ ഉപയോഗിച്ച് ഈ കുപ്പിയുടെ ഉള്ളിൽ നമുക്ക് നന്നായിട്ട് സ്പോഞ്ച് ഇട്ട് കഴുകിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ കുപ്പിയുടെ എല്ലാ സൈഡും നമ്മൾ കഴുകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാലിൻ്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായിട്ടും മാറുന്നതിന് സഹായകമാണ്. ഇതുപോലെ നമ്മൾ കുപ്പിയുടെ അടപ്പും നിബിളും ഒക്കെ നന്നായിട്ട് കഴുകുക. നിബിൾ കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, രണ്ട് സൈഡും മറച്ചിട്ട് നമ്മൾ തേച്ച് കഴുകണം. കുഞ്ഞുങ്ങളുടെ പാലും കുപ്പി കഴുകുന്നതിന് വേണ്ടി മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഒരു പാത്രവും ഒപ്പം തന്നെ സ്പോഞ്ചും നമ്മൾ കരുതി വെക്കണം. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ച് ഉപയോഗിച്ച് കുഞ്ഞുങ്ങളുടെ കുപ്പി കഴുകുകയാണെങ്കിൽ പല തരത്തിലുള്ള ഇൻഫെക്ഷൻസ് കുഞ്ഞുങ്ങൾക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ഒരെണ്ണം കരുതിയിരിക്കണമെന്ന് പറയുന്നത്. കുപ്പിയുടെ അടപ്പും നന്നായിട്ട് കഴുകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം കുപ്പി നമ്മൾ അടച്ചു വെക്കുമ്പോൾ നിബിളിലേക്ക് കുപ്പിയുടെ അടപ്പിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അണുക്കളൊക്കെ പ്രവേശിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അടപ്പ് സഹിതം നന്നായി കഴുകണമെന്ന് പറയുന്നത്. നിബിൾ കഴുകുമ്പോൾ രണ്ട് സൈഡും ഒരുപോലെ തേച്ച് കഴുകുന്നതിനും ശ്രദ്ധിക്കണം. ഇവയെല്ലാം നന്നായി ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളം ചേഞ്ച് ചെയ്യാവുന്നതാണ്. കുപ്പി മുഴുവനുമായി സോപ്പ് സൊല്യൂഷനിൽ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് കുപ്പി ചൂടുവെള്ളത്തിൽ കഴുകുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ പാലും കുപ്പി ലൈവായിട്ട് തിളപ്പിച്ചെടുക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. നേരെ മറിച്ച് നല്ല ചൂടുവെള്ളം ഉപയോഗിച്ച് കുപ്പി മുഴുവനും അണുനശീകരണം വരുത്തിയെന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി ഈ പാത്രത്തിലേക്ക് നന്നായി തിളപ്പിച്ചെടുത്ത വെള്ളം ഞാൻ ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുപ്പിയും കുപ്പിയുടെ അനുബന്ധ സാധനങ്ങളും എല്ലാം ഇതിൻ്റെ അകത്തേക്ക് ചൂടുവെള്ളത്തിൻ്റെ അകത്ത് മുക്കി വയ്ക്കാം. ഈ പാത്രത്തിലുള്ള വെള്ളത്തിൽ കുപ്പിയുടെ എല്ലാ പാർട്സും ഉൾക്കൊള്ളിച്ചു എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി നമുക്ക് ഇടയ്ക്ക് ഈ ചൂടുവെള്ളത്തിലുള്ള കുപ്പിയൊക്കെ ഒന്ന് ജസ്റ്റ് സ്പൂൺ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മിനിമം 2-3 മിനിറ്റാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത്. ഒരുപാട് നേരം നമ്മൾ ചൂടുവെള്ളത്തിൽ കുപ്പി ഇട്ട് വെക്കരുത്, അതത്ര നല്ലതല്ല. കുപ്പിയുടെ ആയുസ് കുറയുന്നതിന് അത് വളരെയധികം കാരണമാകുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ 2 മാസത്തിൽ ഒരിക്കലെങ്കിലും നിബിൾ മാറ്റുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. 20-30 രൂപയ്ക്ക് നമുക്ക് നല്ല നിബിൾസ് അവൈലബിൾ ആണ്. ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്ത ഈ കുപ്പി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ ബേബിയുടെ കുപ്പി തുടയ്ക്കുന്നത് ഈ ഒരു ടവൽ വെച്ചാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല കോട്ടൺ തുണി ഇതിന് വേണ്ടി മാറ്റിവെക്കുക. ഇനി ഈ കുപ്പിയുടെ അകവും പുറവും നന്നായി തുടച്ച് നമുക്ക് മാറ്റിവെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം, കുപ്പി ഒന്ന് മണത്ത് നോക്കണം. എന്തെങ്കിലും തരത്തിലുള്ള മണം കുപ്പിയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് കുപ്പി 1-2 പ്രാവശ്യം കുലുക്കി കഴുകണം. ഇങ്ങനെ ചെയ്ത് കുപ്പിയിലെ മണം മുഴുവനും പോയി എന്ന് നമ്മൾ 100% ഉറപ്പുവരുത്തുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി കുപ്പി വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയും ഫുൾ അണുനശീകരണം സാധ്യമാവുകയും ചെയ്യും. ഇനി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പോയി കുപ്പിയിൽ പാല് കൊടുക്കുന്നതിനോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓരോ തവണയും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ക്ലീൻ ചെയ്യുക. ഈവൻ രാത്രിയിലാണെങ്കിൽ 2-3 പ്രാവശ്യം കുപ്പിയിൽ പാല് കൊടുക്കേണ്ടി വന്നാലും പിറ്റേ ദിവസം രാവിലെ നമുക്ക് പറ്റുമ്പോൾ തന്നെ ഈ കുപ്പി നന്നായിട്ട് ഇതുപോലെ ഒന്ന് കഴുകിയെടുത്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ശ്രദ്ധിക്കണേ. താങ്ക്